വർഷത്തിലധികമായി ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തിവരുന്ന യുദ്ധത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ്. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഇസ്രായേൽ ഹമാസും വെടിനിർത്തലിന് തയ്യാറായിരിക്കുകയാണ്. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ തങ്ങളുടെ ജയിലിലുള്ള 1000 പാലസ്തീൻകാരെ മോചിപ്പിക്കും. ഹമാസ് 33 ബന്ദികളെ ഇസ്രായേലിന് കൈമാറും. ഗാസയിലേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വളരെ വേഗത്തിൽ എത്തും എന്നതാണ് ഇപ്പോഴത്തെ മറ്റൊരു ആശ്വാസം. ഗാസയിൽ നിന്നുമുള്ള ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റം, ഗാസയുടെ പുനർനിർമ്മാണം, ഗാസയുടെ രാഷ്ട്രീയ അധികാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വെടിനിർത്തൽ കരാറിലേക്ക് ഇരു കക്ഷികളെയും പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ വന്ന അയവുകളും നിലവിലെ തർക്ക പരിഹാര ശ്രമങ്ങളും അവിടുത്തെ ബലാബലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് കേരളീയം ടോക്കിൽ നാം ഇന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത് രഹാന ഷെറിനാണ്. രഹാന ഷെറിൻ ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. സ്വാഗതം രഹന. താങ്ക് യു സോ മച്ച്. 15 മാസത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു കക്ഷികളും എത്തിയിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ സംഭവിക്കാൻ അല്ലെങ്കിൽ സാധ്യമാകാൻ കാരണമായത്? പ്രത്യേകിച്ച് നമുക്ക് ഇരു കക്ഷികളെയും പരിശോധിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിലും അതുപോലെ ഹമാസും ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് രഹന കരുതുന്നത്? ആദ്യം തന്നെ ഈ ഒരു ഡിസ്കഷനിലേക്ക് എന്നെ ക്ഷണിച്ചത് ഞാൻ നന്ദി പറയാണ്. മിസ്റ്റർ നിഖിലിന്റെ ചോദ്യം, അതായത് എന്ത് കോണ്ടെക്സ്റ്റ് ആണ് ഈ ഒരു വെടിനിർത്തൽ സീസ് ഫയർ അഗ്രിമെന്റിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. പൊതുവെ പല എക്സ്പേർട്ടുകളും അല്ലെങ്കിൽ പല തിങ്കേഴ്സും പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള ഒരു വൈഡ് പിക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒന്നാമത്, നെതന്യാഹുവിന്റെ ഈ ഒരു ഒക്ടോബർ 7 അറ്റാക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ മിലിറ്ററി ഇൻവേഷൻസും അതിന്റെ ഡെവലപ്മെന്റും ഒക്കെ ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെട്ടത് ഇസ്രായേലിന്റെ ഇന്റേണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നെതന്യാഹുവിനുണ്ടായിട്ടുള്ള കോയലേഷൻ ഗവൺമെന്റിന്റെ സർവൈവലിന്റെ ഭാഗമായിട്ടും നെതന്യാഹു തന്റെ ഒരു ഫേസ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ഗാസയിലെ വാറിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ടോക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അവസാന പീരീഡിലോട്ട് ഉണ്ടായിട്ടുള്ള ഗാസയിലെ വാറുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു പൊളിറ്റിക്കൽ വിക്ടറി കൈൻഡ് ഓഫ് ഒരു കോൺഫിഡൻസ് നെതന്യാഹുവിന് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഹ്യ സിൻവാറിന്റെ ഡെത്ത്, നസറലിനേക്കാളും യാഹ്യ സിൻവാറിന്റെ ഡെത്ത് സംഭവിച്ചപ്പോൾ തന്നെ ഒരു പിന്നീട് നെതന്യാഹുവിന്റെ പബ്ലിക് അപ്പിയറൻസിലും സ്പീച്ചിലും കാര്യങ്ങളിലും ഒക്കെ ഇസ്രായേൽ ഏകദേശം പൊളിറ്റിക്കൽ വിക്ടറി അല്ലെങ്കിൽ ഒരു മിലിറ്ററി വിക്ടറി എങ്കിലും കിട്ടിയെന്ന രീതിയിലായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയായി ലബനനിലേക്ക് അക്രമം വർദ്ധിപ്പിച്ചപ്പോഴും ഹിസ്ബുള്ളയായിട്ട് ഒരു സീസ് ഫയറിലേക്ക് പോകാൻ വേണ്ടി നെതന്യാഹുവിന് സാധിച്ചു. അവസാനമായിട്ട് ബാഷർ അൽ ആസാദിന്റെ റിഷീം സിറിയയിൽ നിന്ന് ഇല്ലാതാവുകയും കൂടെ ചെയ്തതോടെ ആക്സസ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഇറാന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഗ്രൂപ്പുകൾ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് വെസ്റ്റ് ഏഷ്യയിൽ വളരെ ശക്തമായിട്ടുള്ള നെതന്യാഹുവിന് ഹമാസ് ഇസ്രായേൽ വാർ തുടങ്ങിയപ്പോൾ തൊട്ട് ഹമാസിനെ മാത്രമായിരുന്നില്ല നേരിടേണ്ടി വന്നിരുന്നത്, ഇറാന്റെ പിന്തുണയോട് കൂടിയ ഹിസ്ബുള്ളയെ പോലുള്ള ഇത്തരം ഓർഗനൈസേഷൻസിനും എതിരെയുള്ളതായിരുന്നു നെതന്യാഹുവിന്റെ വാർ എന്ന് പറയുന്നത്. അപ്പം സിറിയയിൽ ഈ ആസാദിന്റെ ഭരണകൂടം ഇല്ലാതായപ്പോ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട എതിരാളിയെയും കൂടി ഇല്ലാതാക്കിയെന്നുള്ളൊരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയാ ഒരു സക്സസ് നെതന്യാഹുവിന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആവാം ഈ ഒരു സീസ് ഫയറിലേക്ക് പോയത്. ഇതൊരു ഭാഗമാണ്. വേറൊരു ഭാഗം പറയുന്നത് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഇലക്ഷൻ വിക്ടറിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു ഡിസ്കഷനാണ്. അതായത് ബൈഡനും ട്രംപും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ബൈഡൻ ഒരു ഐഡിയോളജിക്കലി ലോകത്തെ നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ഒരു ലീഡർ ആയിരുന്നു. അതായത് ലോകത്തിന്റെ പവർ സ്ട്രക്ചറിൽ അമേരിക്കക്ക് വലിയൊരു പങ്കുണ്ടെന്നും അമേരിക്ക അതിന്റെ പ്രൊട്ടക്ഷൻ അമേരിക്കയുടെ കയ്യിലാണെന്നും ഈ ഒരു വേൾഡ് ഓർഡറിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ട് ഇസ്രായേൽ വേണമെന്നും ആഗ്രഹിക്കുന്ന, കൂടുതൽ ഇന്റർവെൻഷനിസം ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലീഡർ ആയിരുന്നു ബൈഡൻ എന്ന് പറയുന്നത്. അപ്പം ബൈഡനിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ ട്രംപിൽ നിന്നും കിട്ടില്ല എന്നുള്ളൊരു പ്രഷർ ട്രംപ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് നെതന്യാഹുവിനെ ഈ ഒരു ട്രൂസിലെ അല്ലെങ്കിൽ ഒരു സീസ് ഫയറിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു
അസംഷനും ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടിട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ട്. അതായത് ട്രംപിന്റെ എൻവോയിൽ കാണാൻ പോയതും നെതന്യാഹുവിനെ ഒരു എഗ്രിമെന്റിലേക്ക് ഫോഴ്സ്ഫുള്ളി കമ്മിറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് ന്യൂസുകൾ പുറത്തേക്ക് വരുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇറാന്റെ പ്രധാനപ്പെട്ട ആലി ആയിട്ടുള്ള ആസാദ് റഷീദ് ഇസ്രയേലിൽ നിന്നും വീണതോടുകൂടി ഇറാന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇറാന്റെ ഒരു പവർ കുറഞ്ഞു എന്നൊരു വിശ്വാസവും നെതന്യാഹുവിന് ഉണ്ടായിക്കാണാം. മാത്രമല്ല, ഞാൻ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ 2020-കളില് അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ നോർമലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലായിരുന്നു. അപ്പൊ ട്രംപ് ഒന്നുകൂടി അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ കോറിഡോർ പോലെയുള്ള ഇക്കണോമിക് പ്രൊജക്ട് ഈ ഒരു ഗാസ വാറിന്റെ പേരും പറഞ്ഞ് സ്റ്റോപ്പ് ആയി പോയതാണ്. സൗദി ആയിട്ടൊരു നോർമലൈസേഷൻ ടോക്സ് ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അത്തരത്തിൽ അറബ് കൺട്രീസുമായിട്ടുള്ള നോർമലൈസേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പം നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ടാവാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നെതന്യാഹുവിനുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇസ്രായേലിനകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം റൈറ്റ് വിങ് ലീഡേഴ്സ് ഈ ഒരു ഉടമ്പടിക്കെതിരെ നിൽക്കുകയും അവർ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തെങ്കിൽ പോലും നെതന്യാഹുവിന് ഓപ്പോസിഷന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഹോസ്റ്റേജുകളെ, ബാക്കിയുള്ള ജീവനോടെ ഇരിക്കുന്ന ഹോസ്റ്റേജുകളെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതുവഴി ഇപ്പോഴുള്ള ഒരു ഇസ്രായേലി ജനതയുടെ ട്രസ്റ്റ് വീണ്ടെടുക്കാം എന്നൊരു വിശ്വാസം കൂടി നെതന്യാഹുവിന് ഉണ്ടാവാം. ഇതൊക്കെ ആയിരിക്കാം ഈ ഒരു സീസ് ഫയറിലേക്ക് നെതന്യാഹു പോവാനുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മിലിറ്ററിക്ക് ഉണ്ടായിട്ടുള്ള നാശം, നമ്മൾ ഹമാസുമായിട്ടുള്ള വാർ തുടങ്ങുമ്പോൾ എന്താ പറയാ, ഓപ്പോസിഷനിൽ ഉണ്ടായതിനേക്കാളും കുറവാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ മിലിറ്ററിക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് അവരുടെ മെന്റലി അവരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ വോർ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള കുറെ സൈനികരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു ക്രൈസിസിൽ കൂടെ ഇസ്രായേൽ മിലിറ്ററിയും കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാരണങ്ങളും കൂടെ ഉണ്ടാവാം. ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഹമാസ് ഇപ്പൊ വന്നിട്ടുള്ള സീസ് ഫയർ അഗ്രിമെന്റിലെ കാര്യങ്ങൾ കൂടുതലും ബൈഡൻ മെയ് 2024 കൊണ്ടുവന്നിട്ടുള്ള സീസ് ഫയർ അഗ്രിമെന്റിലെ കാര്യങ്ങൾ പോലെ തന്നെയാണ്. അപ്പൊ ആ സമയം തൊട്ട് ഹമാസ് ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുന്നുണ്ടായിരുന്നു. അപ്പോ ചിലപ്പോ അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളാവാം, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച ഒരു എന്താ പറയാ, പലസ്തീനിയൻ ഇഷ്യൂവിനെ പിന്നെയും ലോക ശ്രദ്ധ കൊണ്ടുവരിക, ലോകത്തെ കൊണ്ട് സംസാരിപ്പിക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ ചിലപ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുണ്ടാവാം. ഇനി ബാക്കിയുള്ള എങ്കിൽ പോലും ഇസ്രായേൽ തുടക്കത്തിൽ നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു യുദ്ധം ഇപ്പം ഞങ്ങളോട് തന്നെ ഒരു ഉടമ്പടിയിൽ തീർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ഹമാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊരു വിക്ടറി തന്നെയാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം സീസ് ഫയറിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ആണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും അവരുടെ പുറമേയുള്ള ബന്ധങ്ങളായിട്ട് ബന്ധിപ്പിച്ച് ആലോചിക്കുമ്പോഴും അതുപോലെ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോഴും ഒരു നില മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാണോ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? തീർച്ചയായും നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും ഇതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു നെതന്യാഹുവിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇസ്രായേലിനകത്ത്. മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ഇന്റേണൽ പൊളിറ്റിക്സ് എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഹമാസിന്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹമാസ് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ഇല്ലാതാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഹമാസിനെ കംപ്ലീറ്റ്ലി ആ മൂവ്മെന്റിനെ ഇല്ലാണ്ടാക്കാം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് നെതന്യാഹു ഒക്ടോബർ 7 ശേഷമുള്ള വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. യാഹ്യ സിൻവാറിനെ പോലെയുള്ള ലീഡേഴ്സിനെ കൊല്ലപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ പോലും അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഗാസയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുള്ള വീഡിയോഗ്രാഫുകളായാലും ഫോട്ടോഗ്രാഫുകളായാലും നമ്മൾ കാണുമ്പോൾ ഹമാസിന്റെ പോരാളികൾ അല്ലെങ്കിൽ ഹമാസിൽ വർക്ക് ചെയ്യുന്ന മിലിറ്റൻസിനെ വളരെയധികം എന്താ പറയാ, ഒരു വിജയ രീതിയിൽ തന്നെയാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസ് ഫയറിന്. അപ്പം എത്രത്തോളം, അതായത് ആ ഒരു ഓർഗനൈസേഷനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കാൻ, അതൊരു ഓർഗനൈസേഷൻ അല്ല, ബേസിക്കലി അതൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ സ്പിരിറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഒരു വാറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു സംശയം തന്നെയാണ്. കാരണം 15 മാസം നീണ്ടു നിന്ന ഒരു വാറിൽ, അത്രയും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വാർ കഴിഞ്ഞിട്ട് പോലും ജനങ്ങൾ ഇപ്പോഴും ഒരു ഇൻഡിപെൻഡൻസിന് അല്ലെങ്കിൽ ലിബറേഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സ്പിരിറ്റ് ഇതുവരെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ലിബറേഷൻ പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ ഇനിയും സംഭവിക്കാവുന്നതേ ഉള്ളൂ ഭാവിയിൽ. അപ്പൊ ഇതിലൊരു ആത്യന്തികമായി പരാജയം സംഭവിച്ച ആള് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടു ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും ഈക്വലി അല്ല, രണ്ടുപേർക്കും ഇതിന്റെ അഡ്വാൻറ്റേജസും ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. രഹന സംസാരിച്ചപ്പോൾ തന്നെ ട്രംപിന്റെ ഒരു പങ്കിനെ പറ്റിയിട്ട് ഇതിൽ സംസാരിച്ചു. അതുപോലെ ട്രംപിന്റെ
മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു പങ്കിനെ പറ്റിയിട്ടും മൊത്തത്തിൽ ചർച്ചയുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ വെസ്റ്റ് ഏഷ്യയെ പറ്റിയുള്ള ഒരു ലാർജർ ഫോറിൻ പോളിസി താല്പര്യങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ എത്തിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതെന്താണെന്ന് കൂടുതൽ വിശദമായിട്ടൊന്നും കൂടി സംസാരിക്കാമോ? തീർച്ചയായും ട്രംപിന്റെ പോളിസി ഇതിന്റെ വലിയൊരു ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എക്സ്പേർട്സ് ആയാലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ, പഠിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യമാണിത്. ഇലക്ഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടും അതിനുശേഷമുള്ള സ്പീച്ചുകളിലും ഒക്കെ ഈ അമേരിക്കയുടെ ഇന്റർവെൻഷനിസത്തെ കുറിച്ചിട്ടും അത്തരത്തില് മിലിറ്ററി ഇൻവെൻഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ ട്രംപ് സംസാരിക്കാറുണ്ടായിരുന്നു. ഒപ്പം തന്നെ ട്രംപിനെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷണൽ ലീഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രാഗ്മാറ്റിക്സ് ലീഡർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്. കൂടുതൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ട് കാണുന്ന ഒരാളാണ് ട്രംപ്. ഒരു ബിസിനസ് മൈൻഡ് ഒക്കെ ഉള്ള ഒരാളാണെന്നാണ് പൊതുവെ ഇന്റർനാഷണൽ റിലേഷൻസിൽ ട്രംപിനെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അമേരിക്കയിലെ എല്ലാ പ്രസിഡന്റിലും വെച്ച് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിനെ പോയി ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന ഒരു പ്രസിഡന്റാണ് ട്രംപ്. അപ്പൊ അതിൽ നിന്ന് തന്നെ അതൊരു ഷോ ഓഫ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് തന്നെ എത്രത്തോളം പ്രാഗ്മാറ്റിക്കൽ ആയിട്ടാണ് ഈ മനുഷ്യൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, അതായത് വി ആർ ദി ലീഡേഴ്സ് ഓഫ് ദി വേൾഡ്, അല്ലെങ്കിൽ വി നീഡ് ടു പ്രൊട്ടക്ട് ദ വേൾഡ് എന്ന് പറയുന്ന ഐഡിയാസിൽ നിന്നും മാറി ചിന്തിച്ച് അമേരിക്കക്ക് എന്താണോ ഗ്രേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ തനിക്ക് എന്താണോ ഗ്രേറ്റ് ആയിട്ടുള്ളത് എന്ന രീതിയിൽ കൂടുതൽ ചിന്തിക്കുന്ന ഒരു ലീഡറാണ് ട്രംപ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിലെ ട്രംപിന്റെ പോളിസി എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു ചോദിക്കുമ്പോൾ, ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. സോ രണ്ടാമത്തെ ടേമില് കൂടുതലായിട്ടും ട്രംപിന് ചിലപ്പോൾ തന്റെ ലെഗസി, അല്ലെങ്കിൽ താൻ എന്ത് ചെയ്തു ഭരണത്തിൽ ഇരിക്കുമ്പോൾ, താൻ നല്ലത് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യണം. പൊതുവെ അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു കാര്യം അവർ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ രണ്ടാമത്തെ ടേമിൽ. സോ ട്രംപിനും അമേരിക്കയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്കയുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഉണ്ടാവാം. ട്രംപിന്റെ കാഴ്ചപ്പാടില് അനാവശ്യമായിട്ട് മിലിറ്ററി എക്സ്പെൻഡിച്ചറും മിലിറ്ററി സ്പെൻഡിങ്ങും അത് അമേരിക്കയുടെ ലാൻഡിലല്ലാതെ പുറത്ത് നടത്തുന്നത് അമേരിക്കൻ നാഷണൽ ഇൻട്രസ്റ്റിനെതിരാണ് എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു ലീഡറാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് അമേരിക്കൻ ട്രൂപ്പ് പിൻവാങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഗാസ എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന വാറും അതിന്റെ ചെലവുകളും ഒക്കെ ചിലപ്പോൾ അൺവാണ്ടഡ് ആയിട്ട് ട്രംപിന് തോന്നിക്കാണാം. ചിലപ്പോ അവരുടെ ലെവറേജ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നെതന്യാഹുവിനെ ഫോഴ്സ് ചെയ്യാനും ചിലപ്പം ട്രംപിന് സാധിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അത് ഈ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ആയതുകൊണ്ട് തന്നെയാണ് ട്രംപ് ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കുവഹിച്ച മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ. അപ്പോൾ ചെറിയൊരു രാജ്യം ആയിട്ട് കൂടി വളരെ വലിയൊരു പങ്കാണ് ഈ ചർച്ചകളിൽ ഖത്തറിനുണ്ടായിരുന്നതാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഖത്തർ ഈ ചർച്ചയിലൂടെ ഈ പറഞ്ഞ അറബ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ പൊളിറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു സോഫ്റ്റ് പവറിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് പങ്കുവയ്ക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഖത്തറിന്റെ നീക്കത്തിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? തീർച്ചയായും ഈ ഒരു സീസ് ഫയർ ഇപ്പൊ നമുക്കൊരു ഇടവേള എടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാനുള്ള ഒരു ടൈം ആയിട്ടില്ല. അപ്പൊ പക്ഷെ ഈ ഒരു കാര്യം പോലും ഇതൊരു സക്സസ്ഫുൾ ആവുകയാണെങ്കിലോ, ഭാവിയിൽ ഇതൊരു മീഡിയേഷനിൽ ഒരു പീസ് അഗ്രിമെന്റിലേക്ക് പോവുകയാണെങ്കിലോ, ഖത്തറിന്റെ ഫോറിൻ പോളിസിയിൽ വളരെ വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് ആയിട്ട് ഇത് മാറും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. തുടക്കം മുതലേ പലസ്തീനിയൻ ഗാസ അല്ലെങ്കിൽ പലസ്തീനിയൻ ഇസ്രായേൽ പ്രോബ്ലത്തില് പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരുപാട് വാറുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും വാറുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ പലസ്തീൻ ആയാലും ഗാസ ആയാലും അവരെ റീബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റു രാജ്യങ്ങളുടെ എക്സ്റ്റേണൽ സപ്പോർട്ടോട് കൂടിയൊക്കെ തന്നെയാണ്. അപ്പം അന്നേ മുതലേ തന്നെ വളരെയധികം ഇതിൽ റോള് വഹിച്ചിട്ടുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ എന്ന് പറയുന്നത്. ഇക്കണോമിക്കലായിട്ടും അവരെ നയതന്ത്രപരമായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ലെവറേജ് ഖത്തറിന് ഗാസയുടെ മുകളിലും ഹമാസിന്റെ ലീഡേഴ്സിന്റെ മുകളിലും ഉണ്ടായിരുന്നു. തുടക്ക സമയത്ത് ഹമാസിന്റെ ലീഡേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും ഖത്തറിൽ തന്നെയായിരുന്നു. അതേസമയം ഓൺ ദി അതർ ഹാൻഡ് ഖത്തറിന് US പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും നല്ല റാപ്പും ഉണ്ടായിരുന്നു. സോ ഈ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ന്യൂട്രൽ സ്റ്റാൻഡുകളും ബാലൻസിങ്ങും ഒക്കെ ഖത്തറിനെ ഈ ഒരു മീഡിയേഷനിലേക്ക് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഹമാസ് ലീഡേഴ്സിന്റെ ട്രസ്റ്റും US ട്രസ്റ്റും ഒരേപോലെ നേടിയെടുക്കാൻ വേണ്ടി ഖത്തറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദോഹയ്ക്ക് ഈ ഒരു ടോക്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഖത്തറിന്റെ മീഡിയേഷനിലേക്ക് വരുമ്പോൾ ഖത്തറിന്റെ ഫോറിൻ പോളിസിയിൽ നമുക്കറിയാം GCC 6 കൺട്രീസ്, അതായത് ഓയിൽ റിച്ച് ആയിട്ടുള്ള 6 കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്, GCC.
സോ പൊതുവെ ഇവരെ ഒരു ഒറ്റ എൻറ്റിറ്റി ആയിട്ടൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിൽ. പക്ഷെ റീസെന്റ് ഇതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതിലുള്ള 6 കൺട്രീസും സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു കളക്റ്റീവ് ഐഡന്റിറ്റിയിൽ നിന്ന് മാറി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നുണ്ട്. സൗദി ആയാലും ഖത്തർ ആയാലും ഒമാൻ ആയാലും കുവൈറ്റ് ആയാലും എല്ലാവരും. സോ ഖത്തർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം മീഡിയേഷൻ ഡിപ്ലോമസിയിലാണ്. ഖത്തർ അതിന്റെ നമുക്കറിയാം സൈസ് കൊണ്ട് വളരെ ചെറുതായിട്ടുള്ള ഒരു രാജ്യമാണ്, പക്ഷെ ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന കൺട്രിയും കൂടിയാണ്. സോ അവിടെയുള്ള ഭീമാകാരമായിട്ടുള്ള മറ്റു പവേഴ്സ്, ഐ മീൻ സൗദി അല്ലെങ്കിൽ ഇറാൻ, ഈ രാജ്യങ്ങളുടെ ഒക്കെ ഒരു പവർ സ്ട്രഗിൾ വെസ്റ്റ് ഏഷ്യയിൽ വളരെ വിസിബിൾ ആയിട്ട് നടക്കാറുണ്ട്. സോ അതിനകത്തേക്ക് കയറാനും ഒരു പവർ സ്റ്റാറ്റസ് കിട്ടാനും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് പവർ ആയിട്ട് വെസ്റ്റ് ഏഷ്യയിൽ മാറാനും മീഡിയേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിപ്ലോമസികൾ സഹായിക്കും എന്നുള്ളൊരു മാറ്റം ഖത്തറിന്റെ ഫോറിൻ പോളിസിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് അവര് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് പലസ്തീനിയൻ ഗാസ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂസിൽ നമുക്ക് കാണുന്നത്. ഇതിൽ വിജയിക്കാൻ സാധിക്കുവാണെങ്കിൽ അത് ഖത്തറിന് വളരെയധികം ഒരു സോഫ്റ്റ് പവർ അഡ്വാൻറ്റേജും ഡിപ്ലോമാറ്റിക് അഡ്വാൻറ്റേജും ഒക്കെ വെസ്റ്റ് ഏഷ്യയിൽ കൊടുക്കുന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അത് ഉപയോഗിച്ച് തന്നെ സൗദിക്കെതിരെയും ഇറാനെതിരെയും ഒക്കെ ഖത്തറിന് ഒരു പരിധി വരെ ബാലൻസ് ചെയ്ത് നിൽക്കാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പവേഴ്സുമായിട്ടോ എഗ്രിമെന്റുകളിലേക്ക് ഏർപ്പെടാനും ഫ്യൂച്ചറിൽ കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ ഖത്തറിനൊരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ കിട്ടും. നമ്മൾ ഈ സംഘർഷത്തിന്റെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും അതിനു മുമ്പായാലും ഇതിൽ വലിയൊരു പ്ലെയർ ആയിട്ട് നിന്നിരുന്നത് ഇറാനാണ്. അതുപോലെ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഈ സംഘർഷത്തിൽ എപ്പോഴും മുന്നണിയിലുണ്ടായിരുന്നതാണ്. പക്ഷേ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ സൈനിക ശേഷിയെ വലിയ രീതിയിൽ അതിൻ്റെ ഒരു അപ്പർ ലെയറിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയുകയും ചെയ്തു. അതുപോലെ ഇപ്പോഴത്തെ ഈ മധ്യസ്ഥ ചർച്ചയിലൊന്നും ഇറാൻ്റെ ഒരു പ്രസൻസ് ഇല്ല. അങ്ങനെ അതുപോലെ തന്നെ ഈ സിറിയയിലുണ്ടായ ഭരണമാറ്റം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇറാനെ എങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളും ഈ പുതിയ സാധ്യതകളൊക്കെ ഒരു സെറ്റ് ബാക്ക് ആണോ ഇറാനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്? എങ്ങനെയാണ് അതിനെ രഹന വിലയിരുത്തുന്നത്? ഇറാന്റെ കാര്യം പറയുകയാണെങ്കിൽ മിസ്റ്റർ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ വെസ്റ്റ് ഏഷ്യയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂല് പ്രത്യേകിച്ചും വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെ ആയിരുന്നു. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിലെ ഹമാസ് ഒരു സുന്നി മെജോറിറ്റേറിയൻ ഓർഗനൈസേഷൻ ആണ്. ഇപ്പം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് നമ്മൾ ഐഡിയോളജിക്കലി പറയുമ്പോൾ ഷിയ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന കുറച്ച് ഗ്രൂപ്പുകളും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷെ ഹമാസ് അതിലേക്ക് വരുന്നതോറും ഒരു വലിയ രീതിയിലുള്ള ഒരു അലയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇറാന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇറാൻ ആയിരുന്നു അതിന് ഭൗതികമായിട്ടും മെറ്റീരിയലുമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്തിരുന്നത്. October 7 അറ്റാക്കിന്റെ പിറകിൽ അവരാണെന്നൊക്കെ ഇസ്രായേൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറാൻ അംഗീകരിക്കുന്നുണ്ട്, പാർഷ്യലി അംഗീകരിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തുടക്കത്തിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധ ഒരു ഇസ്രായേൽ ഇറാൻ വാർ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അതിൽ നിന്നും പിക്ചർ കംപ്ലീറ്റ്ലി മാറി. ഇറാൻ കുറച്ച് ബാക്കപ്പ് ചെയ്തു. പിന്നീട് ലെബനനിലേക്ക് വാർ വർദ്ധിച്ചു. ഇറാൻ കൂടുതലും തന്റെ പ്രോക്സി, അതായത് അലയൻസുകളിലൂടെയാണ് കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹിസ്ബുള്ളയായിട്ട് ഫൈറ്റ് ആവുന്നു. അങ്ങനെ അവർ തമ്മിലൊരു സീസ് ഫയർ വരുന്നു. അങ്ങനെയാണ് ഇറാൻ പതിയെ ഇതിൽ നിന്നും ബാക്കപ്പ് ആവുന്നതും. പിന്നെ നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ഒരു സീസ് ഫയർ, ഇതിൽ ഇറാന് ഒരു വലിയ റോളൊന്നും നമ്മൾ കാണുന്നുമില്ല. ഇത് ഇറാന്റെ കംപ്ലീറ്റ്ലി റോളിനെ ഡിമിനിഷ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ 2 അഭിപ്രായങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തത്, തീർച്ചയായിട്ടും ഇറാൻ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആലി ആയിരുന്ന ബാഷർ അൽ ആസാദിന്റെ റെഷീം സിറിയയിൽ തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അലയൻസിന് അല്ലെങ്കിൽ കൊയലേഷന് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇറാന് ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ ഗാസയിലേക്കോ ഉള്ള ഒരു ലാൻഡ് റൂട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഡോർ ആയിരുന്നു സിറിയ എന്ന് പറയുന്നത്. സിറിയ നഷ്ടപ്പെട്ടത് ജിയോ പൊളിറ്റിക്കലിയും ഐഡിയോളജിക്കലിയും മെറ്റീരിയലിയും ഇറാന് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഇറാൻ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്തിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വെസ്റ്റ് ഏഷ്യ എപ്പോഴും ഒരു സീക്രട്ട് അലയൻസുകളുടെയും അല്ലെങ്കിൽ ഒപ്പം തന്നെ പ്രാഗ്മാറ്റിക് ആയിട്ട് ചിന്തിക്കുകയും ഐഡിയോളജിക്കലി പുറത്ത് തിയററ്റിക്കലി കാണിക്കുകയും ചെയ്യുന്ന കുറെ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. നമ്മൾ ഇറാന്റെ ഫോറിൻ പോളിസി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഇറാൻ ഒരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് ആണ്, ഒരു റെവല്യൂഷണറി സ്റ്റേറ്റ് ആണ്, ഒരു ഷിയ സ്റ്റേറ്റ് ആണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്നൊക്കെ ഇറാൻ ഫോറിൻ പോളിസി മുഖാന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇറാന്റെ ചില പ്രവർത്തികൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇറാൻ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും പ്രാഗ്മാറ്റിക് ആയിട്ടും ചിന്തിക്കുന്ന ഒരു പവർ ആണെന്ന് നമുക്ക് മനസ്സിലാവും കൂടുതലായിട്ടും. അപ്പം ആ ഒരു കാര്യം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇറാനില് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മിസൈൽ അറ്റാക്കിന്റെ ഭാഗമായിട്ട് ഇറാന്റെ എയർ ഡിഫൻസിന്റെ ഭൂരിഭാഗവും തകർക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. അത് ഇറാൻ ഇതുവരെ അതിനെ റിയാക്ട് ചെയ്തിട്ടില്ല. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായെങ്കിൽ ഒരു പ്രാഗ്മാറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിനെതിരെയും ഈ ഇത്രയും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും എതിരെയും
ഡയറക്ട്ലി കോമ്പാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഇറാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സംശയമുണ്ട്. നമുക്ക് ഇതുവരെ അതിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ടില്ല. ഇറാൻ ഇതുവരെ അത്തരത്തിലൊരു ഫുൾ സ്കെയിൽ വാർ, ഇറാഖ് വാറിന് ശേഷം ഇടപെട്ടിട്ടില്ല. സോ നമുക്കറിയില്ല. സോ അതുകൊണ്ടൊക്കെയാണോ പുറകോട്ട് വലിഞ്ഞത് എന്നൊരു ഡൗട്ട് ഉണ്ട്. മാത്രമല്ല, ഇറാൻ ഇതിനെതിരെ എന്ത് ചെയ്യുന്നു? വെസ്റ്റ് ഏഷ്യയിൽ ഒരു ബാലൻസിംഗ് ഓഫ് പവറിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, അഫ്കോഴ്സ് വന്നിട്ടുണ്ട്. ബാഷർ അൽ ആസാദിന്റെ റഷീം തകർച്ചയോട് കൂടി ഇറാൻ ഇപ്പം വീക്കാണ്. പക്ഷെ ഇറാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഒരു പോയിന്റ് ആണ്. ഇറാൻ കമ്മിങ് വീക്സിൽ റഷ്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവാണ്. റഷ്യയും ഇറാനുമായിട്ട് കാലങ്ങളായിട്ടുള്ള ഒരു സ്ട്രോങ് സുഹൃത്ത് ബന്ധമുണ്ട്. അതിനപ്പുറം കുറച്ച് ആംസ് ട്രേഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ പുറമെ ഇപ്പൊ ഒരു സ്ട്രാറ്റജിക് കോപ്പറേഷൻ എഗ്രിമെന്റും കൂടെ ഇറാനും റഷ്യയും കൂടെ സൈൻ ചെയ്യാൻ പോവാണ്. സോ ഇതൊക്കെ ഇറാൻ ഇപ്പൊ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും ആവാം. അപ്പം അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. അപ്പൊ സോ ഇറാന്റെ റോള് ഡിമിനിഷ് ആവുന്നുണ്ട്. ചിലപ്പം പലസ്തീനിയൻ ഗാസ ഇഷ്യൂവിൽ നിന്നും കുറച്ചു കാലം പിറകോട്ട് പോകുമായിരിക്കും. പക്ഷേ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ആയിട്ട് തന്നെ വെസ്റ്റ് ഏഷ്യയിൽ ഇറാൻ ഉണ്ട്. ഇറാനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു രീതിയിലേക്കൊന്നും ഈ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ പ്രായോഗികമായിട്ട് ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായി ഒരു വിരാമം ഉണ്ടാവുന്നത് ഇറാനെ സംബന്ധിച്ച് കുറച്ച് ഒരു നല്ല അവസ്ഥയിലേക്കും കൂടി എത്തിച്ചിട്ടുണ്ടാവുന്ന കരുതാം അല്ലെ, സമയമെടുക്കാനുള്ള ഒരു. അതെ, ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് അതിന്റെ റഷീം സർവൈവൽ എന്നുള്ളതാണ്. ഇസ്ലാമിക് റഷീമിന്റെ ഒരു സർവൈവലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഖമനൈ ഗവൺമെന്റിന്റെ സർവൈവൽ എന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി മോട്ടീവ് ആണ്. സോ ഇത്തരത്തിലൊരു ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇത്രയും വാറുകൾ നടക്കുന്നു, ഇത്രയും ഡെമോക്രാറ്റിക് അപ്രൈസിങ്സ് നടക്കുന്നു. സോ അത് ഈ റഷ്യൻ സെക്യൂരിറ്റി ഏതെങ്കിലും രീതിയിൽ ബാധിക്കോ? അതായത് ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾ അറ്റാക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ റഷ്യയും ഇല്ലാതായി പോകുമോ എന്നൊരു കൺസേണും കൂടി ഇറാന് വളരെ വലുതായിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതാവുന്നത്, അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റുന്നോ അതിൽ ഇറാൻ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ലീഡർ തന്നെയാണ് ഇപ്പം പുതിയ ഇറാനിയൻ പ്രസിഡന്റ് പെസഷ്കിയാൻ ഈസ് എ റിഫോമിസ്റ്റ് ലീഡർ എന്നുള്ളതാണ്. പുതിയ ന്യൂക്ലിയർ ഡീലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ന്യൂക്ലിയർ ടോക്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ 2-3 വീക്സിനിടയിൽ എലൻ മാസ്കുമായിട്ടൊക്കെ ഇറാൻ റെപ്രസെന്റേറ്റീവ്സ് ഒരു കൂടിക്കാഴ്ച നടത്തുകയും സാങ്ഷൻസ് ഇല്ലാതാക്കി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇറാനിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് അപ്രോച്ച്മെന്റും കൂടെ ഇറാൻ വെസ്റ്റുമായിട്ട് നടത്തുന്നുണ്ട്. സോ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പം ഇതിനൊക്കെ വേണ്ടി ഈ പിക്ചറിൽ നിന്നും മാറി നിൽക്കുന്നതും ആവാം. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. അതുപോലെ രണ്ടാം ഘട്ടത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കാം ഇപ്പോൾ ഗാസയുടെ പൂർണ്ണാർത്ഥത്തിലുള്ള റീബിൽഡിങ്, അതുപോലെ ഗാസയുടെ രാഷ്ട്രീയ അധികാരം ആർക്ക് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു കുറച്ചും കൂടി വ്യക്തത, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോലും ചർച്ചകൾ എത്തുകയുള്ളായിരിക്കും. എങ്കിലും ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ പലസ്തീൻ അതോറിറ്റി ഗാസയുടെ രാഷ്ട്രീയ അധികാരത്തെ പറ്റി, അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യമുണ്ടെന്നൊരു അവരുടെ ഒരു പ്രസ്താവന വരികയുണ്ടായി. അതുപോലെ മറ്റ് പല ചർച്ചകളിലും പലതരത്തിലുള്ള പലസ്തീനിയൻ ഗ്രൂപ്പുകളെയും അതിൽ പ്രധാനമായിട്ടും പലസ്തീൻ അതോറിറ്റിയും ഉൾപ്പെടുത്തിയുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഗാസയുടെ കാര്യം എടുത്താൽ ഹമാസാണ് അവിടെ ജനകീയ അടിത്തറയുള്ള, അല്ലെങ്കിൽ മുൻപ് ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്ന ഒരു മുന്നേറ്റമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളെ ഇപ്പോൾ നമുക്ക് വളരെ മുന്നേ എന്ന രീതിയിലാണ് നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. എങ്കിലും ആ കാര്യത്തിൽ എന്തായിരിക്കാം ഇനി മുന്നോട്ടുള്ള സാധ്യതകൾ? ഗാസയുടെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് വളരെയധികം ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആർക്കായിരിക്കണം അതിന്റെ റോള്, എന്താണ് അതിന്റെ ഫ്യൂച്ചർ? വെറും പുനർനിർമ്മാണം മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ പ്രോബ്ലത്തിന് ഉണ്ടാവില്ലേ? ഇത് തന്നെയാണ് ഈ സീസ്ഫയറിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇതിന് ഒരുപാട് കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ട്. പ്രധാനമായിട്ടും ഗാസയിൽ ഉണ്ടായിട്ടുള്ള വേസ്റ്റുകൾ, അതായത് ഇത്രയും യുദ്ധവും ഇത്രയും കെട്ടിടങ്ങളുടെ നഷ്ടവും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടവും റീബിൽഡിംഗ് നടക്കണമെങ്കിൽ ഈ വേസ്റ്റ് മുഴുവൻ ഡിസ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ വേസ്റ്റ് മുഴുവൻ ഡിസ്പോസ് ചെയ്യാൻ തന്നെ ബില്യൺസ് ഓഫ് റുപ്പീസ് ആവശ്യമാണെന്നാണ് പൊതുവെ കുറെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളൊക്കെ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ സീസ് ഫയറിൽ കൃത്യമായിട്ട് മെൻഷനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഈജിപ്തും ഖത്തറും റീകൺസ്ട്രക്ഷൻ സൂപ്പർവൈസ് ചെയ്യും എന്നൊരു രീതിയിലുള്ള ഒരു ടോക്ക്, എന്ന രീതിയിലുള്ള ഒരു മെൻഷനിങ് സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ പലസ്തീനിയൻ അതോറിറ്റി പൊളിറ്റിക്കൽ പവർ ഏറ്റെടുക്കാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ എത്രത്തോളം പലസ്തീനിയൻ അതോറിറ്റിയുടെ കാപ്പബിലിറ്റിയിൽ വെസ്റ്റേൺ പവേഴ്സ്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് US-ഉം ഖത്തറും ഒക്കെ വിശ്വസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ
പവർ പലസ്തീനിയൻ പീപ്പിളിന് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് എത്തുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പലസ്തീനിയൻ അതോറിറ്റിയെ മാത്രമേ അവർ പരിഗണിക്കുള്ളൂ, ഹമാസിനെ അവർ പരിഗണിക്കില്ല. കാരണം ഹമാസിനെ ഒരു പവറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇസ്രായേലിന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഹമാസ് അങ്ങനെ ഫോഴ്സ്ഫുള്ളി അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പും അല്ല. നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ പ്രകാരം 2006 അധികാരത്തിലേക്ക് വരുന്ന ഒരു എന്താ പറയാ പൊളിറ്റിക്കൽ പാർട്ടി കൂടിയായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോ ഒരു ജനസമ്മതിയും കൂടെ ഹമാസിന് അവിടെ ഉണ്ട്. അപ്പം ഈ ഒരു കാര്യത്തെ എങ്ങനെ പലസ്തീനിയൻ അതോറിറ്റി മറികടക്കുമെന്നും എങ്ങനെ പിന്നെയൊരു പിന്നെയൊരു വളർച്ച ഹമാസ് മൂവ്മെന്റിന് ഉണ്ടാവാം. ചിലപ്പം ഹമാസ് എന്ന പേരിൽ നിന്ന് മാറി വേറൊരു പേരിലായിരിക്കാം. പക്ഷെ കൃത്യമായിട്ടും ലിബറേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് പലസ്തീനിയനിൽ പിന്നെയും ഉണ്ടാവും. സോ എത്രത്തോളം ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം, എല്ലാവരും ഇപ്പം റീകൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കുന്നു, എത്ര ഇക്കണോമിക്കൽ ആയിട്ടുള്ള സംഭാവനകൾ രാജ്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നു സംസാരിക്കുന്നു, ഏത് രാജ്യം അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു സംസാരിക്കുന്നു. പക്ഷെ ആത്യന്തികമായി പൊളിറ്റിക്കൽ സൊല്യൂഷനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2 സ്റ്റേറ്റ് സൊല്യൂഷനെ കുറിച്ചിട്ട് ഒന്നിനെ കുറിച്ചിട്ടും അതിന്റെ ഭാവിയിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവുമോ എന്ന് പോലും വളരെ വ്യക്തമായിട്ട് ആരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. മാത്രമല്ല ഒരു എന്താ പറയാ ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് പോലെയാണ്. അതായത് ഒരു വാർ കഴിയുന്നു, റീകൺസ്ട്രക്ഷൻ നടക്കുന്നു, രാജ്യങ്ങൾ അവിടെ പൈസ കൊടുക്കുന്നു, റീബിൽഡിംഗ് നടക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നു, അത് കഴിയുമ്പോൾ ഇനി ഒരു വാർ വരുന്നു, എല്ലാം നശിക്കുന്നു. സോ ഇടവേളകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ, അതായത് ഇതിന് ചില ലോകരാജ്യങ്ങൾ കൃത്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരാതെ റീബിൽഡിംഗിൽ പങ്കാളിയാവുന്നതിൽ ബുദ്ധിമുട്ട് കുറച്ച് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിലൊരു കോണ്ടെക്സ്റ്റ് നിൽക്കുന്നിടത്തോളം കാലം എത്രത്തോളം ഈ റീബിൽഡിംഗ് വിത്തൗട്ട് എ പെർമനന്റ് പൊളിറ്റിക്കൽ സൊല്യൂഷൻ എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളതിൽ ഒരു ഡൗട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ റീബിൽഡിംഗ് സാധ്യമായതിനു ശേഷം മാത്രമേ നമുക്ക് ഈ പൊളിറ്റിക്കൽ പവറിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പലസ്തീനിയൻ അതോറിറ്റി ആണോ അതോ ഹമാസ് പോലെയുള്ള ഓർഗനൈസേഷൻസ് പിന്നെ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആത്യന്തികമായി ലിബറേഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് ചർച്ചകൾ പോയില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. റീബിൽഡിംഗ് വളരെ പ്രയാസകരമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു റോളിനെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു, ഒരേ സമയം ഇസ്രായേലായിട്ടും ഇറാനായിട്ടും റഷ്യ, ഉക്രൈൻ എന്നീ രാജ്യങ്ങളൊക്കെ ആയിട്ട് ഒരേ സമയം നെഗോഷിയേഷൻ ചെയ്യാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് ഈ പറഞ്ഞ ക്രൈസിസിൽ എന്തെങ്കിലും പങ്ക് വഹിക്കാനുള്ള ശേഷിയും സാധ്യതകളും ഉണ്ടോ? എങ്ങനെയാണ് അതിനെ രഹന വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഒരു കാപ്പബിലിറ്റിയും അതിനുള്ള റിസോഴ്സസും പവറും ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതുണ്ട്. മിനിസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇന്ത്യ ഇപ്പൊ നിൽക്കുന്നത്. ഇന്ത്യയുടെ മാർക്കറ്റ് കൊണ്ടും ഇന്ത്യയുടെ ഒരു ഗ്രോയിങ് പവർ സ്റ്റാറ്റസ് കൊണ്ടും മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാനും എന്താ പറയാ എക്കണോമിക്കലി കോപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വളരെയധികം ആഗ്രഹവും ഉണ്ട്. ഇത് തന്നെയാണ് നമുക്ക് അവരുടെ മുകളിലുള്ള കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പം ഇപ്പം ഈ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹമാസിന്റെ ലീഡേഴ്സുമായിട്ടും നല്ല രീതിയിലുള്ള പലസ്തീനിയൻ അതോറിറ്റി ലീഡേഴ്സുമായിട്ടും നമുക്ക് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യ നന്നായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇറാനുമായിട്ട് നമുക്ക് വളരെയധികം നല്ലൊരു ബന്ധമാണുള്ളത്. SCO പോലുള്ള ഓർഗനൈസേഷൻസിൽ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ. ഒപ്പം തന്നെ ഇസ്രായേൽ നെതന്യാഹുവായിട്ടും ഇന്ത്യക്ക് വളരെയധികം നല്ല ബന്ധമാണുള്ളത്. സോ നമ്മൾ ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള പവറും പൊസിഷനും സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതാണ്. അതായത് ഇത് തന്നെ ചിലപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. എത്രത്തോളം അവരിതിന് റെഡിയാണ്, മീഡിയേഷന് ഇന്ത്യ വരുമ്പോൾ റെഡിയാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഇപ്പം മീഡിയേഷൻ ഇന്ത്യ അധികം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഹിസ്റ്ററി കുറവാണ് നമുക്ക്. അപ്പം എത്രത്തോളം ഈ ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ ഡിപ്ലോമസിയെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന് തുടക്കക്കാരാണ്. സോ നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ കൃത്യമായിട്ട് തന്റെ താല്പര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയേഷനിൽ പങ്കെടുക്കാനും അതിൽ എന്താ പറയാ റോള് വഹിക്കാനും താല്പര്യമുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാപ്പബിലിറ്റിയും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നും കൂടെയാണ് ഇന്ത്യ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെടിനിർത്തലായിട്ട് ബന്ധപ്പെട്ട ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കൂടുതൽ ചർച്ച ചെയ്തത്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇസ്രായേൽ ഗാസയിൽ ഒരു വംശഹത്യ അത് പൂർണ്ണമായി നടന്നില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളെയും ഇല്ലാതാക്കുന്നൊരു യുദ്ധക്കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്
ആയി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലും നാഷണൽ ICJ എല്ലാം കേസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചകൾ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഈ ഗാസയിലെ ഈ വലിയ മനുഷ്യക്കുരുതി അതിനെങ്ങനെയായിരിക്കും ചരിത്രത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണാൻ സാധിക്കുക? വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അതുപോലെ ഇത്തരം കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? തീർച്ചയായിട്ടും. അതായത് ഗാസയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു മോഡേൺ കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കുരുത് തന്നെയാണ്. കുഞ്ഞുങ്ങളായാലും അവിടെയുള്ള ആൾക്കാരായാലും അത്രത്തോളം, അതായത് ഇൻഫ്രാസ്ട്രക്ചറിനെ പോലും, ആശുപത്രികള്, സ്കൂളുകള് ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു. ഗാസ ഇപ്പോ എന്താ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത മരുഭൂമി, ശവപ്പറമ്പ് പോലെ ആയെന്നൊക്കെയാണ് അത് കണ്ടവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഗാസ മാറിക്കഴിഞ്ഞു. അപ്പോ ആകെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് അതിന്റെ റീബിൽഡിങ്ങിലും പിന്നീട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഗാസയിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടോക്കുകൾ റീലൊക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. സോ നെതന്യാഹു കാലഘട്ടങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്നത് എപ്പോഴും ചിലപ്പം വരും കാലഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മുടെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ നെതന്യാഹു, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വരുന്ന കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഓർമ്മിക്കപ്പെടുക ഈ ഒരു ജനോസൈഡിന്റെ അല്ലെങ്കിൽ ഈ ഒരു വംശഹത്യയുടെ പേരിൽ തന്നെയായിരിക്കും. ഇത്രയും ക്രൂരമായി ഗാസയിൽ ഇടപെട്ടതിന്റെ പേരിൽ തന്നെ ആയിരിക്കും. ഹിസ്റ്ററി അങ്ങനെയാണ്. കാര്യമായിട്ടുള്ള മാനിപ്പുലേഷൻ ഇല്ല, ഈ കാര്യങ്ങളൊന്നും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രയും മെറ്റീരിയൽ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഒപ്പം തന്നെ ബൈഡന്റെ റോളും അമേരിക്കൻ പ്രസിഡന്റിന്റെ റോളും ഇക്കാര്യത്തിൽ വളരെയധികം ആൾക്കാരെ സംസാരിക്കും, അല്ലെങ്കിൽ ജനറേഷൻസ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രൈം അല്ല. പിന്നെ നെതന്യാഹുവിന്റെ പേരിലുള്ള ഇന്റർനാഷണൽ ക്രൈം കോർട്ട്, ആ വക കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പം ഇന്റർനാഷണൽ ലോയിൽ ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. ഇമ്മ്യൂണെ, അതായത് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആ രാജ്യത്തിന് വേണ്ടി സെൽഫ് ഡിഫൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് എക്സംഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. സോ ഒരു പക്ഷെ നെതന്യാഹുവിന്റെ ഗാസയിൽ നടന്നിട്ടുള്ളത് ഒരു വളരെയധികം എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടും വളരെയധികം ക്രൂവൽ ആയിട്ടുള്ള സിവിയറിറ്റി കൂടിയ ഒരു കാര്യമായതുകൊണ്ടും നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പം അടുത്തുള്ള ഒരു കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് ഈ ഒരു നെതന്യാഹു ശിക്ഷിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ നെതന്യാഹുവിന് അതിന് പണിഷ്മെന്റ് കിട്ടുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ്. നെതന്യാഹുവിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള അമേരിക്കൻ ഇലക്ഷനിൽ വന്നിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ പോലും നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡറാണ്. അപ്പൊ ഇത്തരത്തിലൊരു കോണ്ടെക്സ്റ്റില് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളിൽ നെതന്യാഹു ശിക്ഷിക്കപ്പെടുമെന്നുള്ള രീതിയിലൊന്നും എന്താ പറയാ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഭാവിയിൽ, ഫ്യൂച്ചറിൽ അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. 2 വർഷത്തിലധികമായി നീണ്ടുനിന്ന യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് സംഭവിച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ച്, ഇപ്പോഴത്തെ ഈ പരിഹാര ശ്രമം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചുമാണ് രഹന നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു രഹന. താങ്ക് യു.